ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം 5 പാക് യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനവും തകർത്തെന്ന് സ്ഥിരീകരിച്ച വ്യോമസേനാ മേധാവി എ.പി. സിംഗ്. പാക് പൈലറ്റുമാർ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരണം. ബംഗളൂരുവിൽ ഭാരതത്തിന്റെ മുൻ വ്യോമസേനാ മേധാവി ലക്ഷ്മൺ മാധവ് കത്രയുടെ 16ാമത് സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു എയർ ചീഫ് മാർഷൽ എ.പി. സിംഗ്. ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും ലോകത്തിന് ഭാരതത്തിന്റെ കരുത്ത് തിരിച്ചറിയാനായെന്നും അദ്ദേഹം ബംഗളൂരുവിൽ പറഞ്ഞു. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, വലിയ വെളിപ്പെടുത്തൽ നിർണായകവും. വിവരങ്ങൾ ആദ്യം. അനു, ഇത് ആദ്യമായാണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത്. ഇന്നിപ്പോൾ വ്യോമസേനാ മേധാവി എ.പി. സിംഗ് നടത്തിയ പ്രസ്താവന 5 പാക് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കാനും ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 5 പാകിസ്ഥാന്റെ വ്യോമസേന ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ട സാഹചര്യത്തിൽ അവരുടെ പൈലറ്റുമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ഹാങ്ങറുകളിൽ കിടന്ന, വ്യോമതാവളങ്ങളിലെ ഹാങ്ങറുകളിൽ കിടന്ന വിമാനങ്ങൾ തകർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു അദ്ദേഹം. അത് എത്ര എണ്ണം വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. ജാക്കോബാബാദിൽ ഹാങ്ങറിൽ ഉണ്ടായിരുന്ന F-16 വിമാനം തകർന്നു എന്നുള്ള കാര്യം അത് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. S-400 വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചായിരുന്നു ഇന്ത്യയുടെ ആക്രമണം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഭോളാരി എയർബേസിലെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തു എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാനെ സമ്പൂർണമായ തിരിച്ചടി ഈ വിഷയത്തിൽ നൽകി വ്യോമസേന എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇന്ത്യയുടേതടക്കം ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന ചോദ്യവുമായി ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയം മുതൽ രാഹുൽ ഗാന്ധി രംഗത്തുണ്ടായിരുന്നു. അതേ രാഹുൽ ഗാന്ധിക്ക് നൽകാനുള്ള മറുപടിയാണ് എ.പി. സിംഗ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നഷ്ടമായത് ഇന്ത്യക്കല്ല, മറിച്ച് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത് വിമാനങ്ങൾ നഷ്ടമായിട്ടുള്ളത് പാകിസ്ഥാനാണ് എന്നുള്ളതാണ് ഇപ്പോൾ എ.പി. സിംഗ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയും ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നത് വിമാനങ്ങൾ തകർന്നിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ. പക്ഷേ മനസ്സിലാക്കേണ്ടത്, അവർക്കുമുള്ള മറുപടിയാണ് ഇപ്പോൾ എ.പി. സിംഗ് നൽകിയത്. പാകിസ്ഥാന്റെ 5 വിമാനങ്ങൾ ഇന്ത്യൻ S-400 ഉപയോഗിച്ച് ഇന്ത്യ വെടിവെച്ചിട്ടു എന്നുള്ളത്. അവരുടെ ജാക്കോബാബാദിലെ ഹാങ്ങറിലുണ്ടായിരുന്ന ഒരു F-16, അത് അമേരിക്കയുടെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. അത് ഇന്ത്യ തകർത്തിട്ടുണ്ട്. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം, ബോളാരി എയർബേസിലെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തിട്ടുണ്ട് എന്നും പറയുന്നു. ഇതാദ്യമായി ഈ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നു. ഇന്ത്യയുടെ കരുത്ത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചു എന്നും വ്യോമസേനാ മേധാവി വ്യക്തമാക്കുന്നുണ്ട്. അതായത് തലയുയർത്തി തന്നെയാണ് സിന്ദൂറിൽ, ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം തുടങ്ങിയതും അതിന് അവസാനം കുറിച്ചതും എന്ന് വ്യക്തം. ശ്രീകാന്ത്, ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം അത് തകർത്തത് എപ്രകാരമാണ് എന്ന് അദ്ദേഹം ഇന്ന് വിശദീകരിക്കേണ്ടായി. അതിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എപ്രകാരമാണോ സംയുക്ത സേനാ സമ്മേളനത്തിൽ അടക്കം ഈ ചിത്രങ്ങൾ സഹിതം വിശദീകരിച്ചത്, അപ്രകാരം തന്നെയാണ് ഇന്ന് അദ്ദേഹവും ഈ പരിപാടിയിൽ അദ്ദേഹവും വിശദീകരണം നടത്തിയത്. ഈ പ്രത്യേകിച്ച് ബഹാവൽപൂരിലെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം അത് മുൻപ് എപ്രകാരമായിരുന്നു, ശേഷം എപ്രകാരമായിരുന്നു എന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അദ്ദേഹം ബംഗളൂരുവിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കവേ ഈ തെളിവ് സഹിതമാണ് ഇന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മൾ 9 ഭീകര കേന്ദ്രങ്ങളാണ് ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചത് ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടെ. 9 ഭീകര കേന്ദ്രങ്ങളിലും കനത്ത നാശം വരുത്താൻ സാധിച്ചു എന്നുള്ളതാണ് അന്ന് വ്യോമസേന അവകാശപ്പെട്ടിരുന്നത്. മാത്രമല്ല, അവരതിന്റെ സാറ്റലൈറ്റ് ഇമേജുകളും കാണിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബഹാവൽപൂർ എന്ന് പറയുന്നത്. അത് ജെയ്ഷയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖല, അവരുടെ ടെററിസ്റ്റ് ബഡ്ഡിംഗ് ഏരിയ എന്ന് പറയാവുന്ന ക്യാമ്പ്. ആ സ്ഥലത്ത് ശക്തമായ ആക്രമണം നടത്തി ഈ ജെയ്ഷെ തലവന്റെ കുടുംബാംഗങ്ങളെ അടക്കം കൊലപ്പെടുത്താൻ, വധിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു എന്ന് പറയുമ്പോൾ ഓർക്കണം എത്ര വലിയ മാരകമായ പ്രഹരശേഷി ആക്രമണത്തിനുണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നത്, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ പൗരന്മാരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു എന്നുള്ളത് ഏറ്റവും നിരാശാജനകമായ കാര്യമാണ്. അതായത് 5 ഫൈറ്റർ ജെറ്റുകളും ഒരു നിരീക്ഷണ വിമാനവും അവരുടെ
നിരീക്ഷണ വിമാനവും തകർത്തു എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മുടെ വ്യോമസേനാ മേധാവി പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, നമ്മുടെ പൗരന്മാരെ ഇതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത് നിരാശാജനകമാണ് എന്നൊരു പ്രസ്താവന കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വന്നു. ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ തന്നെയായിരിക്കാം. കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇറങ്ങി നിന്ന് പറയുന്നത് ഇന്ത്യക്ക് എത്ര വിമാനം നഷ്ടപ്പെട്ടു, ഇന്ത്യക്ക് എത്ര തിരിച്ചടി നേരിട്ടു, ഇന്ത്യക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ എന്താണ്, ഇത് മാത്രമാണ് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ച ശേഷവും അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്ന അതാണ്. പാർലമെന്റ് സെഷൻ തുടങ്ങിയപ്പോഴും ആദ്യം രാഹുൽ ഗാന്ധി ചോദിച്ചത് ഈ രാജ്യത്തിന്, അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഈ രാജ്യത്തിന് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. നേരെ മറിച്ച് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ ഭീകരത, ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ ആ പ്രഹരശേഷി എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയുവാനേ തോന്നിയില്ല. അദ്ദേഹം അങ്ങനെ ഒരു ചോദ്യമേ ചോദിച്ചില്ല. നേരെ മറിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ ഏത് രീതിയിൽ ആക്രമിച്ചു എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. ഇതാ രാഹുൽ ഗാന്ധിക്ക് ബംഗളൂരുവിൽ നിന്നും മറുപടി വന്നിരിക്കുന്നു വ്യോമസേനാ മേധാവിയുടെ ഭാഗത്തുനിന്നും. ഇന്ത്യ 5 എയർക്രാഫ്റ്റുകൾ, ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാന്റേത് തകർത്തു. അവരുടെ ഒരു നിരീക്ഷണ വിമാനം കൂടി ഇന്ത്യ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ജാക്കോബാബാദിലും അവരുടെ ഹാങ്ങറിലുണ്ടായിരുന്ന ഒരു F-16 തകർത്തു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഡിനി വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ വ്യക്തമായിരുന്നില്ല, അതുകൊണ്ടാണ് ഇടപെടേണ്ടി വന്നത്. തുടരാം. തീർച്ചയായിട്ടും നോക്കൂ, ഇന്നിപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് നമ്മുടെ എയർ ചീഫ് മാർഷൽ AP സിംഗ് അദ്ദേഹം പറഞ്ഞത് എത്ര പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ തകർത്തു, എത്ര പൈലറ്റ്മാർ അതിനകത്ത് കൊല്ലപ്പെട്ടു എന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അതുകൂടെ തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് വളരെ വിഷമമുള്ള കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇത് എടുത്ത് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. കാരണം ഒരു സൈന്യം ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ലോകം മൊത്തം കണ്ടതാണ്. നമ്മൾ ഇപ്പം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് പല റിപ്പോർട്ട്സും പാകിസ്ഥാനിൽ നിന്ന് വന്നത് അവിടുത്തെ എയർബേസ് തകർന്നു കിടക്കുന്നതും അവിടുത്തെ റൺവേ എല്ലാം തകർന്നു കിടക്കുന്നതും അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പുകളെല്ലാം തകർന്നു കിടക്കുന്നതും അവിടുത്തെ മീഡിയ, സോഷ്യൽ മീഡിയ, ലോകത്തെ മീഡിയ വഴി നമ്മളെല്ലാം കണ്ടു. പക്ഷെ എന്നിരുന്നാലും പലരും പല രാഷ്ട്രീയ താല്പര്യം വെച്ച് ഇവിടെ നിന്ന് അവിടുന്ന് എന്താണ് എത്ര വിമാനങ്ങൾ നമ്മളെ തകർന്നു എന്ന് മാത്രമുള്ള ചോദ്യങ്ങളാണ് നടന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയിൽ ഇന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ് പറയുമ്പോൾ ഇനി അദ്ദേഹത്തിന് മുകളിൽ എയർഫോഴ്സിൽ ആരുമില്ല. അപ്പൊ ആ പറയുന്ന വ്യക്തി അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതൊരു വ്യക്തിയല്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് പറയുന്നത്. 6 എയർഫോഴ്സിന്റെ പ്ലെയിൻസ് തകർത്തിട്ടുണ്ട്. അതിനകത്ത് 5 എണ്ണം ഫൈറ്റർ പ്ലെയിൻസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനകത്ത് പൈലറ്റ്സ് ഡെഫിനറ്റ്ലി പൈലറ്റ്സിനും പറ്റിയിട്ടുണ്ട് കാഷ്വാലിറ്റീസ്. അപ്പൊ ആ രീതിയിൽ ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സ് അത് പുറത്തു വിടുമ്പം തീർച്ചയായിട്ടും അതിനൊരു മെസ്സേജിംഗ് ആണ്, ഒരു സ്ട്രാറ്റജിക് മെസ്സേജിംഗ് ആണ്. ഇന്ത്യക്ക് ഉള്ളിലുള്ള ആളുകൾക്കും ലോകത്തുള്ള ആളുകൾക്കും നമ്മൾ എന്താണ് ചെയ്തതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്കതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല. ഇന്ത്യൻ എയർഫോഴ്സിന്റെ കാപ്പബിലിറ്റി എന്താണെന്നും ഇന്ത്യൻ എയർഫോഴ്സ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുന്ന എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമുണ്ട് എയർ ചീഫ് മാർഷൽ അത് തുറന്ന് രാജ്യത്തിന് മുന്നിൽ പറയുന്നത്. കാരണം നമ്മളൊരു ഓപ്പറേഷനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പുറത്ത് പറയേണ്ട കാര്യമില്ല. കാരണം അതിനകത്ത് പല തന്ത്രങ്ങളുണ്ട്, പല രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്കൊന്ന് ഇന്നത്തെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എയർ ചീഫ് മാർഷൽ അത് പുറത്തു വന്നത്. ഇത് കേട്ടിട്ടെങ്കിലും ഇനി നമ്മളെ ആളുകൾ നമ്മളെ പ്ലെയിൻ എത്ര വീണു, നമ്മളെ പ്ലെയിൻ എത്ര വീണു എന്ന് ചോദിക്കുന്ന അതൊന്ന് നിർത്തണം എന്നുമാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായും ഇത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഖേദകരമാണ് ഇത് വിശദീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. എന്നിരിക്കലും ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കാരണം രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച പ്രകടനം നടത്തുകയുണ്ടായി. രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം കരുത്തുറ്റതാണ് എന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകത്തിന് മുൻപിൽ തെളിഞ്ഞതാണ്. ഇനി ഈ പാക് പൈലറ്റുമാർ കൊല്ലപ്പെടേണ്ട സാഹചര്യം എപ്രകാരം ഉണ്ടായി? ഈ സംഘടിതമായ ഒരു ആക്രമണം, ഈ ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോൾ അതിനെതിരെ ഒരു രാജ്യം, പാകിസ്ഥാൻ എന്ന രാജ്യം ഭാരതത്തെ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ പ്രതിരോധിക്കുകയായിരുന്നു നമ്മൾ ചെയ്തത്. അതെ, തീർച്ചയായിട്ടും. നോക്കൂ, ഇതിനകത്ത് നമ്മള് എയർഫോഴ്സിന്റെ DGMO അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു നമ്മുടെ ഒരൊറ്റ പൈലറ്റ്മാർക്കും കാഷ്വാലിറ്റി ഇല്ല, നമ്മളെല്ലാ പൈലറ്റും
തിരിച്ച് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കൺഫേം ചെയ്ത കാര്യമാണ്. അപ്പൊ അത് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ അവിടെ എന്താ നടന്നിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഇത്രയും ബോംബിംഗ് ചെയ്ത ഒരു എയർഫോഴ്സിൽ, അതായത് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ മുകളിൽ ഇത്ര ബോംബിംഗ് ചെയ്തിട്ട് അവിടെ കാഷ്വാലിറ്റീസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അവിടുത്തെ അസറ്റ്സിന് തകരാറുണ്ടാവും, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന് തകരാറുണ്ടാവും, അവിടുത്തെ എയർക്രാഫ്റ്റിന് തകരാറുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞത് ലോകത്ത് തന്നെ ഇന്ന് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു 23-22 മിനിറ്റ് കൊണ്ട് ഇത്രയും ബേസുകളിൽ തകർക്കാൻ പറ്റി എന്നുള്ളത് വളരെ ആളുകൾ വളരെ എന്താ പറയുക സീരിയസ് ആയിട്ട് അതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ആ സമയത്താണ് നമ്മുടെ ഭാരതത്തിനുള്ളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ട് നയിക്കാൻ വേണ്ടി നമുക്ക് എത്ര എയർക്രാഫ്റ്റ് തകർന്നു, നമുക്ക് എന്തൊക്കെ നഷ്ടം നടന്നു, ഇത് നിരന്തരം ചോദിക്കുന്നത് വേറെ ആരുടെയൊക്കെ അജണ്ട മുന്നോട്ട് വെക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അതിനെയൊക്കെ ഒരു മറുപടി എന്നുള്ള നിലയിൽ വേണം ഇന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ് വന്ന് കൃത്യമായിട്ടുള്ള ഡാറ്റ കൊടുത്ത് കൃത്യമായിട്ടുള്ള ഫോട്ടോ സഹിതം അതിന്റെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മുകളിൽ ഇനി ആരും എയർഫോഴ്സിനെ കൺഫേം ചെയ്യാനില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രയും എന്താ പറയാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് അതൊരു ആശ്വാസമായിരിക്കും കേൾക്കുമ്പോൾ. അതായത് ഇങ്ങനെ നമ്മൾ ഇത്രയും ചെയ്തു എന്നുള്ളത്. കാരണം ഭാരത സൈന്യത്തെ സംബന്ധിച്ചോളം അവർ ചെയ്യുന്ന കാര്യം ഇങ്ങനെ വലിയ രീതിയിൽ പറയുന്ന ഒരു സ്വഭാവമില്ല. കാരണം അതൊരു ശരിയായ രീതിയല്ല. അത് ചെയ്യും, അവരുടെ ആ റിസൾട്ട് കിട്ടിയോ ഇല്ലെന്നുള്ളത് മാത്രമാണ്. എന്ത് ടാസ്ക് ആണ് രാഷ്ട്രീയ നേതാക്കൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്, അത് നേടിയോ ഇല്ലെന്നുള്ളത് മാത്രമാണ്. അത് എങ്ങനെ ചെയ്യണം, എപ്പം ചെയ്യണം, ഏത് രീതിയിലൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ആ സൈന്യമാണ് തീരുമാനിക്കുക. അത് അതിന്റെ എക്സ്പ്ലനേഷനും വലുതായിട്ട് ഒന്നും നമ്മൾ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതുപോലെ തന്നെ സൈന്യത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ രീതിയുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യം അങ്ങനെ വലിയ രീതിയിൽ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയല്ല. അപ്പൊ അതെല്ലാം കൊണ്ട് വെച്ചിട്ടാണെന്ന് തോന്നുന്നു എയർ ചീഫ് മാർഷൽ AP സിംഗ് ഇന്ന് പറഞ്ഞത്. വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും. ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ച് അറിയുന്നതും ഈ ഇങ്ങനത്തെ ഓപ്പറേഷനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് അഭിമാനം മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി അതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും വളരെ നന്ദി കേണൽ ഡിനി പ്രതികരിച്ചതിന്. നിർണായക വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഭാരതത്തിന്റെ വ്യോമസേന മേധാവിയുടെ ഭാഗത്ത് നിന്ന്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം 5 പാക് യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനവും തകർത്തതായാണ് വ്യോമസേന മേധാവി AP സിംഗ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബംഗളൂരുവിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വന്നത്. പാക് പൈലറ്റുമാർ കൊല്ലപ്പെട്ടതായും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശ്രീകാന്തിലേക്ക് വീണ്ടും എത്തുന്നു. ശ്രീകാന്ത്, S-400 ഉപയോഗിച്ചാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അനു, ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറെ അധികം വാർത്തകൾ കൂടി നമുക്കിപ്പോൾ പുറത്തു കിട്ടുന്നുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപിനെ പരോക്ഷമായി തള്ളി വ്യോമസേനാ മേധാവി AP സിംഗ് ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: യുദ്ധം തുടങ്ങി 80 മുതൽ 90 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാന് മേൽ പ്രകടമായ മേൽക്കൈ തങ്ങൾക്ക് നേടാനായി എന്നുള്ളതാണ് AP സിംഗ് വ്യക്തമാക്കുന്നത്. ആക്രമണം വീണ്ടും തുടർന്നാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടു. തുടർന്ന് DGMO, നമ്മുടെ ഭാഗത്തെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഉണ്ട്, DGMOയെ ബന്ധപ്പെട്ടു. തുടർന്ന് അവരാവശ്യപ്പെട്ട പ്രകാരം യുദ്ധം നിർത്തിവെക്കാൻ, ഈ സംഘർഷം നിർത്തിവെക്കാൻ, ആക്രമണം നിർത്തിവെക്കാൻ തീരുമാനിച്ചു എന്നാണ് AP സിംഗ് പറയുന്നത്. അതായത് ലോകത്താകമാനം എന്ത് സംഭവം നടന്നാലും അത് താൻ വഴിയാണ് പരിഹരിക്കപ്പെട്ടത് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന രീതി ഡൊണാൾഡ് ട്രംപ് തുടർന്നു പോരുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിലും ആ രീതിയാണ് ഡൊണാൾഡ് ട്രംപ് അവലംബിച്ചത്. എന്നാൽ ഇതാ രാജ്യത്തിന്റെ വ്യോമസേനാ മേധാവി ഇന്ന് ബംഗളൂരുവിൽ AP സിംഗ് ഇതാ പറയുന്നു, ഡൊണാൾഡ് ട്രംപിനെ പരോക്ഷമായി തള്ളിക്കൊണ്ട് പറഞ്ഞത്, തങ്ങൾ യുദ്ധം തുടങ്ങി 80-90 മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ പാകിസ്ഥാന് പ്രകടമായ തിരിച്ചടി നൽകാൻ തങ്ങൾക്ക് സാധിച്ചു. യുദ്ധം വീണ്ടും മുന്നോട്ട് പോയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടു. തുടർന്നാണ് ഈ DGMOയെ ബന്ധപ്പെട്ട് യുദ്ധം നിർത്തിവെക്കാൻ അവർ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം,
ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതുപോലെ ഉണ്ടയില്ലാ വെടിപൊട്ടിക്കൽ ആയിരുന്നു അദ്ദേഹം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ സൈന്യം, നമ്മുടെ വ്യോമസേനാ മേധാവി തന്നെ വ്യക്തമാക്കുന്നു, ഇനിയൊരു ചർച്ച അക്കാര്യത്തിൽ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇനിയും അക്കാര്യത്തെ അവിശ്വസിക്കുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ സംഘത്തിനും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഒക്കെ തന്നെ വ്യോമസേനാ മേധാവിയെ അവിശ്വസിക്കാം. പക്ഷേ ഇന്ത്യയിലെ ഒരു പൗരനും വ്യോമസേനാ മേധാവിയെ ഇതിനപ്പുറം ഇനി അവിശ്വസിക്കാൻ ധൈര്യപ്പെടില്ല, തുനിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, ബലാക്കോട്ടിൽ തങ്ങൾ ആക്രമണം നടത്തിയപ്പോൾ തങ്ങൾക്ക് അവിടെ നിന്നും തെളിവുകളുമായി തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. പക്ഷേ അന്നത്തെ ആ ഒരു വിഷമ സാഹചര്യത്തിന് ഇന്ന് ഞങ്ങൾ പരിഹാരം കണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ നടത്തിയ ആക്രമണത്തിന്റെ എല്ലാ തെളിവുകളും സഹിതമാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. ആ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയൊക്കെ വേണമെങ്കിൽ എന്നാൽ ആ തെളിവുകൾ കൂടി പുറത്തുവിടൂ എന്നാവശ്യപ്പെട്ടേക്കാം. ആ രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈയിടെയായുള്ള പ്രതികരണങ്ങൾ കണ്ടാൽ ബോധ്യപ്പെടുന്നത്. സൈന്യം അവരുടെ സ്ട്രാറ്റജിക്കായ രഹസ്യങ്ങൾ പുറത്തുവിടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ രാജ്യത്തെ പൗരന്മാരെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത് പോലെ നിരാശാജനകമായ കാര്യം മറ്റൊന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ സമഗ്രമായ ആധിപത്യം ഇന്ത്യ പാകിസ്ഥാന് മേൽ നേടി എന്നുള്ളതാണ് എയർഫോഴ്സ് മേധാവി വ്യക്തമാക്കുന്നത്.